ഹലോ ഗൈസ്, അപ്പം നമുക്ക് ഇന്ന് എളുപ്പത്തിലൊരു കക്കാർച്ചി റോസ്റ്റ് ഉണ്ടാക്കിയാലോ? ഇതാണ് വലിയ ടൈപ്പ് കക്ക ഇറച്ചി. ഇത് നമ്മൾ എടുക്കുമ്പം ആദ്യം ഇതിൻ്റെ ഈ ചിറവ് പോലെ ഒരു സാധനമുണ്ട്. അവിടെ പിടിച്ചു കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ നേരെ പിടിച്ചാൽ നമുക്ക് ഇതിൻ്റെ ഈ കുടലിങ്ങനെ ഞെക്കിയെടുക്കാം. ഇതിൻ്റെ ഈ കുടൽ നമ്മൾ ഞെക്കിയെടുക്കാതെ കഴിക്കുന്നത് വയറിലെ ഒത്തിരി അസുഖങ്ങൾ ഉണ്ടാകാനുള്ള കാരണമാണ്. അപ്പം ഇങ്ങനെ ഇത് ഞെക്കിയെടുത്ത് കളഞ്ഞിട്ട് ഇതൊരു കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ച് അതും കൂടെ ഊറ്റി കളഞ്ഞില്ലേ ഒരുപാട് ഓവർ കാൽസ്യമാകും. അപ്പോൾ അതും കളഞ്ഞിട്ട് വേണം ഈ കക്കയിറച്ചി നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കേണ്ടത്. വേസ്റ്റ് എല്ലാം കളഞ്ഞ കക്കയിറച്ചി നന്നായിട്ട് കഴുകിയെടുക്കണേ. അങ്ങനെ കഴുകി ആ കക്കയിറച്ചി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് കക്കയിറച്ചിയിൽ നമ്മൾ കുറച്ച് വെള്ളവും മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് വേവിച്ച് വറ്റിച്ചെടുക്കണം. അതിനായിട്ട് നമ്മൾ ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. നന്നായി വെന്ത് വറ്റിയ കക്കയിറച്ചി നമുക്ക് മൂടി തുറന്ന് മാറ്റി നോക്കാം. എന്നിട്ടത് മാറ്റി വെച്ച് നമുക്ക് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് വേണ്ട ചേരുവകൾ ചേർത്ത് കൊടുക്കാം. മാറ്റി വെച്ചില്ലായിരുന്നോ ആ കക്കയിറച്ചിയിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് ഇതിനകത്ത് വേണ്ട പൊടികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച കക്കയിറച്ചി അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണേ. എളുപ്പത്തിൽ കക്കയിറച്ചി റോസ്റ്റ് ചെയ്യുന്നൊരു ടെക്നിക്കാണ് ഞങ്ങളിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തരുത്. മസ്റ്റായിട്ട് ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കിയോ. പെട്ടെന്ന് സമയമൊന്നും ഇല്ലാത്തവരിങ്ങനെ ചെയ്ത് നോക്കുന്നേ. എന്നിട്ട് നമ്മൾ അതിന് വേണ്ട പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണേ. ഉപ്പ് കൂടിപ്പോവല്ലേ. എന്നിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണേ. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെക്കാം. അടപ്പ് തുറക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കക്കയിറച്ചി റോസ്റ്റ് ഇവിടെ റെഡിയാണ്. ഒട്ടും സമയമില്ലാത്തവർക്ക് ഇത് അടിപൊളിയാണ് ഗൈസ്. മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ കുറച്ചുകൂടെ ഒന്ന് നേരം ഗ്യാസിലൊക്കെ വെച്ച് ഇച്ചിരി കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്ത സെറ്റ് സാധനമാണ്. ഇതുണ്ടെങ്കിൽ ഒരു പിടി ചോറുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്യണേ.